തിരികെ എത്താം. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. ഇന്ന് മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. താൻ ഗുരുദേവനെ കുറിച്ചാണ് പറഞ്ഞത്. ഗുരുദേവനെ ചിത്രീകരിക്കേണ്ടത് സനാതനധർമ്മത്തിന്റെ വക്താവായിട്ടല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? മുഖ്യമന്ത്രി സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമാണോ നടത്തിയത്? ശിവഗിരി, ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, സനാതനധർമ്മ വിശ്വാസിയാണ്. ഗുരുദേവൻ ഒരു സനാതനധർമ്മത്തിന്റെ വക്താവാണെന്ന് മാത്രം പറയുന്നത് അത് ഗുരുദേവനെ കുറയ്ക്കുകയാണ്. യഥാർത്ഥത്തിൽ ഗുരുദേവനാണ് സനാതനധർമ്മം. സാക്ഷാൽ മഹാത്മാഗാന്ധി വരുമ്പോൾ പോലും ഗുരുദേവനെ അഡ്രസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്നാണ്. അതായത് ഗുരുദേവൻ 44 അമ്പലങ്ങൾ പ്രതിഷ്ഠിച്ചു, 22 ശിവക്ഷേത്രങ്ങൾ, 14 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, ശാരദാദേവി ക്ഷേത്രം, ഗണപതി ക്ഷേത്രം, കണ്ണാടി പ്രതിഷ്ഠ അടക്കം 44 ഹിന്ദു ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ സനാതനധർമ്മത്തിന്റെ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച ആചാര്യവര്യനാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ താങ്കളെ ശല്യപ്പെടുത്തുകയോ ഇടപെടുകയോ അല്ല. താങ്കൾ മഹാത്മാഗാന്ധി ഗുരുദേവനെ എങ്ങനെ അഭിസംബോധന ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതേ ഗുരുദേവനോട് മഹാത്മാഗാന്ധി ഒരു സംശയം ചോദിച്ചിരുന്നു. അതായത് ഈ കുലം, ജനിക്കുന്ന കുലം, മതം, ജാതി, ഇതിനെയൊക്കെ എങ്ങനെയാണ് തേച്ചു മാച്ച് കളയാൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയൊരു മറുപടി ഉണ്ടല്ലോ. തൊട്ടടുത്ത് നിന്നൊരു മാവിലേക്ക് ചൂണ്ടി, ആ മാവിന്റെ ഇലകളാണ് ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ചോദിക്കുന്നത്. അതിൽ പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയുള്ള ഇലകളുണ്ട്, പക്ഷേ അത് ഇടിച്ചു പിഴിഞ്ഞെടുത്താൽ ഒരു ചാറ് മാത്രമായിരിക്കും ലഭിക്കുക എന്നുകൂടി പറഞ്ഞു. അതെന്തുകൊണ്ടാണെന്ന് പറയേണ്ടി വന്നത്? അതായത് മഹാത്മാഗാന്ധിയെ പോലെ ഒരാളുടെ സംശയത്തിന് ഇങ്ങനെ ഒരു മറുപടി നൽകേണ്ടി വന്നുവെങ്കിൽ അത് അങ്ങനെ ഒരു സാമൂഹികാവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ? യാതൊരു സംശയവുമില്ല. മാത്രമല്ല, മഹാത്മാഗാന്ധി വാസ് ഇൻസ്പയർഡ് ബൈ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ വളരെയധികം മഹാത്മാഗാന്ധി ഇൻസ്പയർ ചെയ്തു. ആ യാത്രയ്ക്ക് ശേഷം ശ്രീനാരായണ ഗുരുദേവൻ തന്റെ അനുയായികളോടും വിശ്വാസികളോടും മഹാത്മാഗാന്ധിയെ പിന്തുണയ്ക്കണം, ദേശീയ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കണമെന്ന് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ ഒരു അദ്വൈതിയായിരുന്നു. അപ്പൊ ശ്രീനാരായണ ഗുരുദേവനാണ് യഥാർത്ഥത്തിൽ, ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ആളല്ല, നമ്മളെല്ലാം ശ്രീനാരായണ ഗുരുദേവന്റെ ആൾക്കാരാണെന്നുള്ള തിരിച്ചറിവ് വേണം. ഒരു കയ്യിൽ സനാതന ഹിന്ദു ധർമ്മത്തെ അദ്ദേഹം രക്ഷിച്ചു, നമ്മുടെ ജാതീയത അടക്കമുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം പരിഹരിച്ചു. അദ്ദേഹം ചട്ടമ്പി സ്വാമികൾ, ഭാരതകേസരി മന്നത്തൂത്നാമൻ അവർ, അതുകൊണ്ടാണ് ഭാരതകേസരി മന്നത്തൂത്നാമൻ ഒരു വരി തന്നെ പറയുന്നുണ്ട്, നമ്മളെല്ലാവരും നായരും ഈഴവരും പുലേരും നമ്പൂതിരിയും ക്ഷത്രിയരും ഒക്കെയാണ്, എന്നാൽ അതോടൊപ്പം ഇന്ന് നമ്മളെല്ലാം ശ്രീനാരായണീയരാണ്. അതായത് ഈ നാട്ടിലെ നായരും ഈഴവനും നമ്പൂതിരിയും പുലേനും ധീവരനും വെള്ളാളനും എല്ലാം ശ്രീനാരായണീയൻ കൂടെയാണ് എന്ന തിരിച്ചറിവിലാണ് നമ്മുടെ ഇടയിൽ ഉണ്ടായ ഒരു ലോക ഗുരുവാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, ബുദ്ധന്റെ ഹൃദയവും ശങ്കരന്റെ ബുദ്ധിയും ഒരുമിച്ച് ചേർന്ന നമ്മുടെ ഇടയിലുള്ള ലോക ഗുരുവാണ് അദ്ദേഹം. അപ്പൊ ശ്രീനാരായണ ഗുരുദേവനെ ഹിന്ദു മതവുമായിട്ടോ സനാതന ധർമ്മമായിട്ടോ മാറ്റിവെക്കണ്ട. നമ്മുടെ നാട്ടിലും ഈ സനാതന ധർമ്മത്തിൽ ജനിച്ച ഏറ്റവും വലിയ ഗുരുപരമ്പരകളിലുള്ള ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ അവിടെ എന്തിനാണ് നമ്മൾ ഈ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവനെ അടർത്തി മാറ്റുന്നത്, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് സനാതന ധർമ്മത്തെ അടർത്തി മാറ്റുന്നത്? നമ്മുടെ ഏറ്റവും വലിയ ധർമ്മഗുരുവും അവതാര സമാനനായ ഒരു വ്യക്തിയും അവതാര പുരുഷനുമല്ലേ ശ്രീനാരായണ ഗുരുദേവൻ. അപ്പൊ എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവനെ വിശ്വാസധാരയിൽ നിന്ന് മാറ്റുന്നത്? അതിന് ക്ലാരിറ്റി വരുത്തുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി. അദ്ദേഹം പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച മഹാത്മാഗാന്ധിക്ക് പോലും തോന്നിയ ആ സംശയത്തിലേക്ക് തിരികെ പോകരുത് എന്നുള്ളതാണ്. ബ്രാഹ്മണ്യത്തെ അടക്കം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം വളരെ കൃത്യമായി ഈ സനാതന ധർമ്മത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നതാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് തൊട്ടു മുമ്പുള്ള വരി അദ്ദേഹം ആ പ്രസംഗത്തിന്റെ ഭാഗമായി പറയുന്നുണ്ട്. ഗോബ്രാഹ്മണ്യേഭ്യോ ശുഭമസ്തു നിത്യം എന്ന് പറയുന്ന. ശരി, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പരാമർശം സനാതന ധർമ്മത്തിന്റെ ഭാഗമായി വരികയും അത് മാറ്റിവെക്കുകയും മറുഭാഗം മാത്രം പറയുകയും ചെയ്യുന്നത് എന്ന് കൂടിയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, അവിടെയാണ് ഒരൊറ്റ കാര്യം മാത്രം, നമ്മുടെ ഇടയിൽ തെറ്റുകൾ ഉണ്ടായിരുന്നില്ലേ? 100% ഉണ്ടായിരുന്നു. അവിടെയാണ് പൂജനീയ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി 2 ആഴ്ച മുമ്പ് പറഞ്ഞത്, നമ്മൾ നമ്മുടെ പിന്നോക്കക്കാരെ 2000-3000 വർഷം മനുഷ്യരായി പോലും കണക്കാക്കിയിരുന്നില്ല, നമ്മൾ അവർക്ക് ബഹുമാനം കൊടുത്തിരുന്നില്ല, സ്നേഹമോ കെയറോ കൊടുത്തിരുന്നില്ല. ചരിത്രത്തിൽ ജാതീയതയുടെ പേരിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അതുകൊണ്ടല്ലേ വിവേകാനന്ദ സ്വാമി നമ്മുടെ നാട്ടിൽ വന്നിട്ട് നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത്. ഗാന്ധിജി അടക്കം ക്ഷേത്രപ്രവേശ വിളംബരത്തിന് വന്നത്, സവർണ ജാഥ നടത്തിയ മന്നത്തൂത്നാവൻ ആർക്ക് വേണ്ടിയാണ് സവർണ ജാഥ നടത്തിയത്? സവർണ സമൂഹത്തിന് വേണ്ടിയിട്ടല്ല. നമ്മുടെ ഇടയിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ജാതീയത ഒരു വലിയ പ്രശ്നമായിരുന്നു. ആ ജാതീയതയുടെ തെറ്റിന്റെ ഇഫക്ട്സ് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന കാര്യത്തിൽ ആർക്ക് സംശയമില്ല. അതിനെ അതിജീവിച്ചവരാണ് ശ്രീനാരായണ ഗുരുദേവൻ, അതിനെ അതിജീവിച്ചവരാണ് ചട്ടമ്പി സ്വാമി അവർകൾ, തൈക്കാട് അയ്യാഗുരു, വൈകുണ്ഠസ്വാമി അവർകൾ, അല്ലെങ്കിൽ ശുഭാനന്ദ ഗുരുദേവൻ, പണ്ഡിറ്റ് കറപ്പൻ, മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ആൾക്കാർ നമ്മളുടെ നവോത്ഥാനത്തിന്റെയും ആത്മീയതയുടെയും വലിയ അടിസ്ഥാനമാണ്. അപ്പൊ ഇവരെ ഈ ആത്മീയധാരയിൽ നിന്ന്
മാറ്റി നിർത്തണ്ട. ഇവരാരും നിരീശ്വരവാദികളായിരുന്നില്ല. ശ്രീനാരായണ ഗുരുദേവനെ നിരീശ്വരവാദികൾ പോലും ഇഷ്ടമായിരുന്നു. സഹോദരൻ അയ്യപ്പനെ പോലുള്ള മഹാനായ ചിന്തകർ ശ്രീനാരായണ ഗുരുദേവനോട് ബഹുമാനിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ വിയോജിച്ചിരുന്നവരാണ്. അപ്പോ ഈ സനാതന ധർമ്മത്തെയും ഹിന്ദു ധർമ്മത്തെയും വർണ്ണാശ്രമവും ജാതിയും മാത്രമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. ഇതൊരു വിശ്വാസധാരയുടെ ഭാഗമാണ്. ഇതിൽ ഒരുപാട് വേർതിരിവുകളുണ്ട്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദു സന്യാസിയാണ്. ഹിന്ദു ധർമ്മത്തിൽ ജനിച്ച ഏറ്റവും വലിയ സന്യാസിമാരിൽ ഒന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ. അവതാര സമാനനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് അടർത്തി മാറ്റുന്നത് ശരിയല്ല. അല്ലെങ്കിൽ ഹിന്ദു ധർമ്മത്തെ ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് അടർത്തി മാറ്റുന്നത് ശരിയല്ല. കാര്യം നമ്മുടെ ചരിത്രത്തിൽ ജനിച്ച പൂർണ്ണനായ ഒരു ഗുരു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹത്തിന്റെ ലിറ്ററേച്ചർ പരിശോധിക്കൂ. എല്ലാം ഹൈന്ദവ ആത്മീയധാരയും വേദാന്തവും അദ്വൈതവും തന്ത്രവും ഒക്കെ ബന്ധപ്പെട്ടതാണ്. എന്നാൽ മതസൗഹാർദ്ദവാദിയായിരുന്നു. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞു. ലോക മതമഹാസമ്മേളനവും മതസൗഹാർദ്ദവും ഒക്കെ നടത്തി. ശ്രീനാരായണ ഗുരുദേവനാണ് നമ്മുടെ ഐഡിയൽ റോൾ മോഡൽ. അല്ലെങ്കിൽ വിവേകാനന്ദനാണ്, മഹാത്മാഗാന്ധിയാണ്. ഇവരെല്ലാം ഹിന്ദു പാരമ്പര്യത്തിൽ ജനിച്ചവരുമാണ്. ഇവരാരും ഹിന്ദുത്വവാദികളാണെന്നല്ല പറയുന്നത്. ഇവരാരും ഗോഡ്സേവാദികളാണെന്ന് അല്ല പറയുന്നത്. പക്ഷേ ഇവരെല്ലാം സനാതന ഹിന്ദു ഭാരതീയ ഋഷി പരമ്പരയുടെ ഭാഗമാണ് എന്ന് അഭിമാനപൂർവ്വം പറയുന്നതിന് പകരം ഇവരെല്ലാം സാമൂഹ്യ പരിഷ്കാരത്തിൽ മാത്രമാണെന്നോ മതേതരവാദികൾ മാത്രമാണെന്നോ പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ബിംബങ്ങളിൽ ഒന്നാണ്. നമ്മൾ എല്ലാവരും അദ്ദേഹത്തെ അങ്ങനെ തന്നെയല്ലേ കാണുന്നത്. പ്രാർത്ഥനയോടെ ആദരവോടെ ശിവഗിരിയിലൊക്കെ. ഇനി ഒരു കാര്യം കൂടെ പറയാം. സച്ചിദാനന്ദ സ്വാമികളോടും അങ്ങേയറ്റം ബഹുമാനമാണ്. കഴിഞ്ഞ ഓണത്തിന് ആദരണീയരായ സാദിഖ് അലി തങ്ങളോടൊപ്പം ക്ലിമിസ് തിരുമേനിയോടൊപ്പം ഓണം അവിടെ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അവരെ 3 പേരെ ഞാനായിരുന്നു ഇന്റർവ്യൂ ചെയ്തത്. ശിവഗിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നും കൂടിയാണ്. അപ്പം ശ്രീനാരായണ ഗുരുവിന്റെ ഭാഗമാണ് നമ്മളെല്ലാം. ആ ഭാഗങ്ങളെ വേർതിരിക്കാൻ നോക്കുന്നത് ശരിയല്ല എന്ന് മാത്രമാണ് അഭ്യർത്ഥന. യെസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ